Welcome back to Bosco Campus Vision. This is the 34th lecture of Introduction to Programming, topic Loop Control, Part 1. Loop Control. Loop is a block of statements which are repeatedly executed for a certain number of times. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു സർട്ടൺ നമ്പർ ഓഫ് ടൈംസ്. അത് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്സ് ആർ ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ, കൗണ്ടർ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ ആൻഡ് സെൻറ്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ. In counter controlled repetition, this is also called the definite repetition action because the number of iterations to be done is defined in advance in the program. അതായത് കൗണ്ടർ കൺട്രോൾ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കും എത്ര തവണ അതിൻ്റെ ഐട്രേഷൻസ് പെർഫോം ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ അത് പറഞ്ഞിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഐട്രേഷൻസ് ടു ബി ഡൺ ഈസ് ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ പ്രോഗ്രാം. സെൻറ്റിനൽ കൺട്രോൾഡ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിഫിനിറ്റ് റെപ്പറ്റീഷൻ. വൺ കാനോട്ട് ഫിക്സ് ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ടു ബി ഡൺ. അതായത് ആർക്കും എത്ര തവണ അത് പെർഫോം ചെയ്യണം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെ ഫിക്സ് ചെയ്യാനോ പറ്റത്തില്ല. അതായത് നമ്പർ ഓഫ് ഐട്രേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ലൂപ്പ് ടെർമിനേഷൻ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൺ കണ്ടീഷൻസ്. ആ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് സർട്ടൺ കണ്ടീഷൻസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം രണ്ടെണ്ണമാണുള്ളത്, കൗണ്ടർ കൺട്രോൾ റെപ്പറ്റീഷനും സെൻറ്റിനൽ കൺട്രോൾ റെപ്പറ്റീഷനും. കൗണ്ടർ കൺട്രോൾ റെപ്പറ്റീഷൻ ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എത്ര ഐട്രേഷൻസ് ഉണ്ടെന്നുള്ളത് അത് സെറ്റ് ചെയ്ത് വെക്കും. സെൻറ്റിനൽ കൺട്രോൾ റെപ്പറ്റീഷൻ ആണെങ്കിലോ അത് ഫിക്സ് ചെയ്ത് വെക്കത്തില്ല. അടുത്ത സ്റ്റെപ്സ് ഇൻ ലൂപ്പ്. ലൂപ്പിലെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ദ സ്റ്റെപ്സ് ഫോർ കൗണ്ടർ കൺട്രോൾ റെപ്പറ്റീഷൻ ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ലൂപ്പ് വേരിയബിൾ. ഇറ്റ് ഈസ് എ വേരിയബിൾ യൂസ്ഡ് ഇൻ എ ലൂപ്പ് ടു കൺട്രോൾ ദ ഐട്രേഷൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലൂപ്പ് വേരിയബിൾ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ആ ഐട്രേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലൂപ്പിലെ ഐട്രേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ കാണും. നെക്സ്റ്റ് വൺ, ഇനിഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് in which the starting and the final values are at every iteration the updated value is checked. അതായത് ലൂപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂയും ഫൈനൽ വാല്യൂസും ലൂപ്പ് വേരിയബിളിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇനിഷ്യലൈസേഷൻ സ്റ്റേജിലായിരിക്കും. ഓരോ ഐട്രേഷൻസിലും ഈ അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Next one is incrementation or discrimination. It is the numerical value added or subtracted to the loop variable during each iteration. അതായത് ഓരോ തവണയും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് ഓരോ ഐട്രേഷൻ സമയത്തും ഇൻക്രിമിനേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ലൂപ്പ് വേരിയബിളിൽ ആഡ് ചെയ്യും. ഡിക്രിമിനേഷൻ ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ആ ലൂപ്പ് വേരിയബിളിലെ വാല്യൂ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യും. ദി അപ്ഡേറ്റഡ് വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് ദ ഫൈനൽ വാല്യൂ. ഫൈനൽ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും കമ്പയർ ചെയ്ത് നോക്കുന്നത്. ദ സ്റ്റെപ്സ് ഇൻ ദ ലൂപ്പ് ആർ എക്സിക്യൂട്ടഡ് ആസ് ലോങ് ആസ് ദ ലൂപ്പ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ലൂപ്പ്. ഫസ്റ്റ്, ലൂപ്പ് വേരിയബിൾ, ഇനിഷ്യലൈസേഷൻ, incrementation or discrimination. The for loop allows a set of instructions to be executed until a certain condition is satisfied. The condition may be predefined or open-ended. The general syntax for the for loop is for ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസ് കൗണ്ടർ സെമിക്കോളൻ ടെസ്റ്റ് കണ്ടീഷൻ സെമിക്കോളൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ബ്രേസ് ഓപ്പൺ ചെയ്തു, പിന്നെ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ് 1 സെമിക്കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 2 സെമിക്കോളൻ, ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പം ലൂപ്പിൻ്റെ സിൻടാക്സ്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഫോർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇനിഷ്യലൈസ് കൗണ്ടർ സെമിക്കോളൻ ടെസ്റ്റ് കണ്ടീഷൻ സെമിക്കോളൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓപ്പൺ ബ്രേസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 സെമിക്കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 2 സെമിക്കോളൻ, ബ്രേസ് ക്ലോസ് ചെയ്തു. The for statement contains three expressions which are separated by semicolons. The following actions are to be performed in the three expressions. First one, the initialize counter sets the initial value of the loop variable. This statement is executed only once.
ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ, ആ വാല്യൂ അവിടെ ആ ലൂപ്പ് വേരിയബിളിലെ വാല്യൂ എന്ത് ചെയ്തു, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത്, അതായത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 ബ്രാക്കറ്റിൻ്റെ അകത്ത് i = 0 എന്നോ അല്ലെ i = 1 എന്നോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് ഇനിഷ്യലൈസ് ചെയ്ത് ഫസ്റ്റ് കൊടുക്കുക. Then the test condition is a relational expression that determines the number of iterations or when the exit from the loop. The for loop continues to execute as long as the test condition is true. When the condition becomes false, the program exits from the for loop and executes next statements after the loop. അതായത് കണ്ടീഷൻ ട്രൂ ആവും തോറും എന്ത് ചെയ്തു, ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ ഐട്രേഷൻസ് ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഫോൾസ് ആവുന്നത്, കണ്ടീഷൻ എപ്പോഴാണോ അവിടെ ഫോൾസ് ആവുന്നത് അപ്പം മാത്രം അതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക, ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റായി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻക്രിമെൻറ്റ് ഓർ അപ്ഡേഷൻ. ദ ലൂപ്പ് വേരിയബിൾ ഈസ് ഇൻക്രിമെൻറ്റഡ് ഓർ ഡിക്രിമെൻറ്റഡ് ആഫ്റ്റർ എവറി ഐട്രേഷൻ. അതായത് ഓരോ ഐട്രേഷൻ കഴിയും തോറും ഈ ലൂപ്പ് വേരിയബിൾ ഒന്നുകിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് കൊടുത്തെങ്കിൽ അതെന്ത് കൂടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ നിന്ന് കുറയും. ദെൻ ദ ടെസ്റ്റ് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദ ഐട്രേഷൻ ഈസ് കണ്ടിന്യൂഡ്. അതായത് ആ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഐട്രേഷൻ എന്ത് ചെയ്തു, മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞേക്കുന്നത് ദ ലൂപ്പ് വേരിയബിൾ ഈസ് ഇൻക്രിമെൻറ്റഡ് ഓർ ഡിക്രിമെൻറ്റഡ് ആഫ്റ്റർ എവരി ഐട്രേഷൻ. ദ ബോഡി ഓഫ് ദ ലൂപ്പ് മേ കണ്ടെയ്ൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇഫ് ദെയർ ആർ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ദ ബ്രേസസ് ആർ നെസസറി. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ കൊടുക്കുന്നുള്ളെങ്കിൽ നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസസിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ബ്രേസസ് അവിടെ ആവശ്യമാണ്. ബൈ ഡീഫോൾട്ട് ദ ഫോർ ലൂപ്പ് ടേക്സ് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് മിക്കവാറും എന്താണ്, ഫോർ ലൂപ്പിന് ഒരു സ്റ്റേറ്റ്മെൻറ്റേ കാണത്തുള്ളൂ. ഒന്നിലധികം കൊടുത്താൽ എന്തായിരിക്കണം, എപ്പോഴും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസസ് ഇടാൻ മറക്കരുത്. അപ്പം ഫോറിൻ്റെ സിൻറ്റാക്സിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആദ്യം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു, പിന്നെ എന്താണ് ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫോറിൻ്റെ അകത്ത് നമ്മൾ ഈ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞ് സെമി കോളൻ ഇടരുത്. അത് പ്രോഗ്രാമിൻ്റെ അകത്ത് എറർ കാണിക്കും. 4 കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സെമി കോളൻ ഇടത്തില്ല. സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ സെമി കോളൻ ഇട്ട് കൊടുക്കുന്നത്. ടുഡേയ്സ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ ലൂപ്പ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് എഴുതുമ്പം നിങ്ങൾ സിൻറ്റാക്സ് സഹിതം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാൻ. 1 മാർക്സിനും 4 മാർക്സിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ലൂപ്പ് എന്നുള്ളത്.